അതെ തന്നെ, വലുതാക്കി മതി. ആ ഇവിടെ നിന്ന് പോയ KSRTC ബസ് പറഞ്ഞത് ടീച്ചർക്ക് ഓർമ്മയില്ലേ? എന്താ ഓർമ്മയില്ലാത്തത്? 10 രൂപയിൽ തുരുത്തിയുള്ളവർ മരിച്ചല്ലേ, ഓർമ്മയില്ല? നമ്മുടെ മണി ടീച്ചറിന്റെ അച്ഛനായിരുന്നു എന്റെ ഡ്രൈവർ. അയാൾ കള്ളു കുടിച്ച് ബോധമില്ലാതെ വണ്ടി കൊണ്ട് മറിച്ചെന്നാ നാട്ടുകാർ പറയണ്ടേ. ഓർമ്മയുണ്ട്. പക്ഷേ മറിയ ടീച്ചർ എന്ത് ചെയ്തിട്ടാ എല്ലാരും അവരുടെ മെക്കിട്ട് കയറണേ? അത് കൊള്ളാം, നല്ല ന്യായമാ. അത് കൊള്ളാം. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരിച്ചിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ഈ വർത്താനം പറയൂ, അപ്പൊ നല്ല ദണ്ണം ഉണ്ടാവുമല്ലോ. പിന്നല്ല, എന്റെ കൂട്ടുകാരനുണ്ട് ജോബി, കുന്നല ജോബി. അവന്റെ ഭാര്യയും 4 വയസ്സുള്ള മോളും ഈ ആക്സിഡന്റിൽ മരിച്ചതാ. അവനെ ഇവർ ആദ്യം തിരിച്ചറിയുന്നത്. അവൻ ഇവര് ഇൻഷുറൻസ് കമ്പനിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഒരുപാട് വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് അച്ഛൻ കുടിക്കത്തില്ല, അച്ഛൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര ബഹളമായിരുന്നു. അവര് കൊടുത്ത പണിയാ. ഇവർ ഈ മരിച്ചവരുടെ മക്കൾ. മരിച്ചവരുടെ മക്കൾ കൊടുത്ത പണിയാ. നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഓങ്ങി വെച്ചതാ. നീയാണോ മഴ കൊള്ളാതെ അകത്തേക്ക് കയറിവാ? എന്തിനാ നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത്? എന്റെ അമ്മയെ കൊന്നവളുടെ മോളാണ് നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞില്ല. കുടിച്ചൊരു ബോധവും ഇല്ലാതെ വണ്ടി ഇടിപ്പിച്ച് കൊന്നാണ് എന്റെ അമ്മയെ നിങ്ങളുടെ അച്ഛൻ. എനിക്ക് എന്റെ അമ്മ ഇല്ലായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അയാൾ ഇത് ഇല്ലാണ്ടാക്കിയത്. അഞ്ചു നിർത്ത്. നിനക്ക് ശരിക്കും മുഴുവൻ കാര്യം അറിയാതെയാ നീ ഇപ്പൊ സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ പോലെ തന്നെയാ. ദുഷ്ടയാണ്. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. നിങ്ങളെ പോലെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ നിങ്ങൾ എന്നെ ചതിക്കായിരുന്നില്ലേ? അഞ്ജു, ആ ബസ് ആക്സിഡന്റിലാണ് നിന്റെ അമ്മ മരിച്ചതെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഇനി നിങ്ങൾ എന്തിനിങ്ങനെ കള്ളം പറയണേ? എനിക്ക് നിങ്ങളെ കാണണ്ട, ഉറപ്പാണിപ്പ എനിക്ക്. ഒരു ദിവസം രാവിലെ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നഷ്ടപ്പെട്ടു പോയവരാണ് നമ്മൾ രണ്ടുപേരും. വിധിയുടെ മുന്നിൽ തോറ്റുപോയവർ. അന്ന് ദുരന്തത്തിൽ എനിക്ക് നഷ്ടമായത് അപ്പയെ മാത്രമല്ല, എൻ്റെ കരിയറും കൂടിയാണ്. പക്ഷെ മോളെ, നീ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഖോഖോയിൽ ചേസർ എപ്പോഴും ഓടുന്നത് ഒരേ ഡയറക്ഷനിലേക്കായിരിക്കും. ഇന്ന് നീയും ചെയ്യേണ്ടത് അത് തന്നെ അഞ്ജു. ജയിക്കുന്നത് വരെ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്, എന്തൊക്കെ സംഭവിച്ചാലും. അഞ്ജു, നീ ജയിക്കണം. അത് കണ്ടിട്ട് നിന്റെ അമ്മ അഭിമാനിക്കണം. നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെ കുറിച്ച് ഓർത്ത് വരാൻ പോകുന്ന നല്ല നാളുകൾ നീ കളയരുത് മോളെ. ഇതപ്പ എനിക്ക് അവസാനം മേടിച്ചെന്ന സമ്മാനമാണ്. ഇന്ത്യൻ ജേഴ്സിയായിട്ട് കളിക്കുമ്പോഴേ ഇത് ഉപയോഗിക്കും ഞാൻ അപ്പയ്ക്ക് വാക്ക് കൊടുത്തതാ. എന്ന് എനിക്ക് പാകാവോന്ന് അറിയില്ല. വേഗം റെഡിയാവട്ടോ, മാച്ച് തുടങ്ങറേ.
പറ്റണില്ല. ഞാൻ വീട്ടിൽ പോവാ. നീ എന്തിനാ പോണേ? മറിയ ടീച്ചറാണോ നിന്റെ പ്രശ്നം? ടീച്ചർ ഇവിടുന്ന് എപ്പോഴേ പോയി? ഇനി നിനക്കെന്താ? ടീച്ചർ എന്തിനാ പോയെ? നിനക്ക് സ്റ്റേറ്റ് സമാധാനമായിട്ട് കളിക്കാൻ. വാ, മാമ്പ ചെയ്യാം. ശിവേട്ടാ, മറിയ ടീച്ചറോട് പോയി. ടീച്ചറിനെ കാണാനല്ലോ, കളി തുടങ്ങാറായി. ടീച്ചർ ഇവിടുന്ന് പോയി. വീട്ടിലെന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോയതാ. നമ്മളിവിടെ ഒറ്റയ്ക്കാക്കിട്ട് ടീച്ചറിന് എങ്ങനെ പോകാൻ പറ്റും? ആദ്യം ആരെ ഇറങ്ങേണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂന്നാ ടീച്ചർ പറഞ്ഞേ. സെന്റ് ജോസഫ് കിടങ്ങൂർ GGHSS പെരുന്തുരുത്ത് ഇരു ടീമുകളും എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ഇത്രയും ദൂരം വന്നത് വെറുതെ പോകാനല്ല. ഇന്ന് ആരെയും സഹായില്ലെങ്കിൽ നമ്മൾ വിളിക്കും. റെഡിയല്ലേ? ടീച്ചർ ഇല്ലാതെ എങ്ങനെയാ? എന്താണ്, റെഡിയല്ലേ? എനിക്ക് വാ.